ഇത് നമ്മുടെ ഇന്ത്യയാണ്. ഇതാണോ ജനാധിപത്യം? ജനങ്ങളുടെ ചോദ്യങ്ങളെ അടിച്ചമർത്തി യുവാക്കളുടെ പ്രതിഷേധങ്ങളെ ബലപ്രയോഗം കൊണ്ട് നേരിട്ട് ഇതാണോ നമ്മൾ അഭിമാനിക്കുന്ന സ്വതന്ത്ര ഇന്ത്യ? ആരും പ്രതിഷേധിക്കാൻ വേണ്ടിയല്ല പഠിക്കുന്നത്, ആരും തെരുവിൽ നിൽക്കാൻ വേണ്ടിയല്ല സ്വപ്നം കാണുന്നത്. പക്ഷേ സംവിധാനത്തിലുള്ള വിശ്വാസം തകരുമ്പോൾ പ്രതിഷേധിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, അത് അനിവാര്യതയാണ്. ഇന്ന് ജന്തർ മന്ദറിൽ തല്ലിച്ചതച്ച യുവാക്കളുടെ മുഖത്ത് നാം കാണുന്നത് ഭയമല്ല, ജനരോക്ഷമാണ്. കാരണം അവർ ചോദിച്ചത് അധികാരമല്ല, പ്രത്യേക പരിഗണനയുമല്ല. അവർ ചോദിച്ചത് ഒറ്റ കാര്യം മാത്രം: ഞങ്ങളുടെ പരിശ്രമത്തിന് ഇന്നും വിലയുണ്ടോ ഈ രാജ്യത്ത്? ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസമാണ് ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത്, വിദ്യാഭ്യാസമാണ് ഒരു ജീവിതം മാറ്റിമറിക്കുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് ഒരച്ഛൻ തൻ്റെ ജീവിതം മാറ്റിവെക്കുന്നത്, ഒരമ്മ തൻ്റെ സ്വപ്നങ്ങൾ മറക്കുന്നത്, ഒരു കുടുംബം നാളെ ഒരു നല്ല ജീവിതം പ്രതീക്ഷിച്ച് ഇന്നത്തെ ജീവിതം ത്യാഗം ചെയ്യുന്നത്. പക്ഷെ ആ പ്രതീക്ഷകൾ എത്തിച്ചേരേണ്ട വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പരീക്ഷയല്ല, ഒരു തലമുറയുടെ വിശ്വാസമാണ്. ഒരു രാജ്യം സ്വന്തം യുവാക്കളെ തെരുവിലിറക്കുമ്പോൾ പരാജയപ്പെടുന്നത് യുവതലമുറയല്ല, അവരെ ആ വഴിയിലേക്ക് എത്തിച്ച സംവിധാനത്തിന്റെ പരാജയമാണ്. അടിച്ചമർത്തപ്പെടേണ്ടത് ജനങ്ങളുടെ ചോദ്യങ്ങളെയല്ല, യുവാക്കളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമല്ല. കേൾക്കപ്പെടേണ്ടത് അവരുടെ ശബ്ദമാണ്, അവരുടെ അവകാശമാണ്. കാരണം ബലപ്രയോഗത്തിനും ജലപീരങ്കികൾക്കും ലാത്തികൾക്കും ഒരു പ്രതിഷേധത്തെ ചിതറിക്കാനായേക്കാം, പക്ഷേ ഒരു തലമുറയുടെ ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യമെന്നത് സംസാരിക്കാനുള്ള അവകാശം മാത്രമല്ല, ചോദ്യം ചെയ്യപ്പെടാനുമുള്ള അവകാശമാണ്. അവകാശം സംരക്ഷിക്കപ്പെടണം. കാരണം ഇന്ന് ജന്തർ മന്ദറിൽ നിൽക്കുന്നത് കേവലം ചില യുവാക്കൾ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളാണ്. അതെ, ഇത് നമ്മുടെ ഇന്ത്യയാണ്, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്.